സിയാൽ ഓഹരികൾ ബിനാമിയുടെ പേരിലേക്ക് മാറ്റിയെന്ന ആരോപണത്തിൽ മുൻ MD VJ കുര്യനെതിരെ ത്വരിതാന്വേഷണം നടത്താമെന്ന ഹൈക്കോടതി ത്വരിത പരിശോധന നടത്താനുള്ള മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് നേരത്തെ ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഇത് നീക്കണമെന്നാവശ്യപ്പെട്ടാണ് വിജിലൻസ് ഹൈക്കോടതിയെ സമീപിച്ചത്. സിയാലിന്റെ 1,20,000 ഓഹരികൾ സെബാസ്റ്റ്യൻ എന്ന പേരിലേക്ക് മാറ്റിയെന്നായിരുന്നു ആരോപണം. മുജിതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജിതബ, മുൻ MD VJ കുര്യനെതിരെയാണ് ഈ ത്വരിതാന്വേഷണം നടത്താമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഗുരുതരമായ ആരോപണം അദ്ദേഹത്തിനെതിരെ മുൻപ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ് ഈ കേസിൽ മുജിതബ? ഈ സിയാലിന്റെ മുൻ മാനേജിംഗ് ഡയറക്ടർ കൂടിയായിരുന്ന VJ കുര്യനെതിരെ ത്വരിത പരിശോധനയ്ക്ക് നിർദ്ദേശിച്ച് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി 2023 പുറപ്പെടുവിച്ച ഉത്തരവ് നടപ്പാക്കുന്നത് ഹൈക്കോടതി നേരത്തെ ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്തിരുന്നു. പിന്നീട് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തെ തുടർന്നാണ് ഇന്നിപ്പോൾ ജസ്റ്റിസ് A ബദറുദ്ദീൻ സ്റ്റേ പിൻവലിച്ചിരിക്കുന്നത്. നേരത്തെ വിവരാവകാശ പ്രവർത്തനമൊക്കെയായിരുന്ന അന്തരിച്ച ഗിരീഷ് ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയ പരാതിയിലാണ് നേരത്തെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നത്. എംപ്ലോയീസ് സ്റ്റോക്ക് ഓണർഷിപ്പ് പ്ലാൻ പ്രകാരം 2004 സിയാലിന്റെ 1,20,000 ഓഹരികൾ സെബാസ്റ്റ്യൻ എന്ന പേരിലേക്ക് മാറ്റി എന്നായിരുന്നു ആരോപണമുണ്ടായിരുന്നത്. ഈ പേരിൽ ജീവനക്കാരനില്ല എന്നതടക്കം ചൂണ്ടിക്കാട്ടി വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കുര്യൻ തന്നെ പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഒരു സ്റ്റേ വാങ്ങുകയും ചെയ്തു. പക്ഷേ എംപ്ലോയി സ്റ്റോക്ക് ഓണർഷിപ്പ് പ്ലാൻ എന്ന പദ്ധതി ഉണ്ടായില്ല എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ അന്ന് 2016 അന്വേഷിച്ച് തള്ളിയതാണ് എന്നതുൾപ്പെടെയുള്ള വാദങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നതാണ് അന്ന് ഹൈക്കോടതി പരിഗണിച്ചത്. എന്നാൽ 2016 പ്രാഥമിക അന്വേഷണം നടത്തിയത് മറ്റു വിഷയങ്ങളാണ്. ഇപ്പോൾ ഈ ഓഹരി ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിരുന്നില്ല എന്നതാണ് വിജിലൻസിന്റെ ഇപ്പോഴത്തെ വാദം. ഏതായാലും മൂവാറ്റുപുഴ കോടതിയുടെ ഉത്തരവ് പ്രകാരം വിജിലൻസ് ഡയറക്ടറുടെ അനുമതി തേടിയെങ്കിലും അന്ന് ഹൈക്കോടതിയുടെ സ്റ്റേ ഉണ്ടായിരുന്ന കാരണത്താൽ പിന്നീട് ഈ 17A പ്രകാരമുള്ള അനുമതി ലഭിച്ചില്ല. എന്തായാലും ഇപ്പോൾ ഇന്ന് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ഉത്തരവ് പ്രകാരം എപ്പോഴാണോ 17A പ്രകാരം ഇയാൾക്കെതിരെ അന്വേഷണം നടത്താനുള്ള ക്ലിയറൻസ് കിട്ടുന്നത് അതനുസരിച്ച് ത്വരിത പരിശോധനയുമായി മുന്നോട്ട് പോകാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അജി, ഈ കേസുമായി ബന്ധപ്പെട്ട് VJ കുര്യന്റെ ഒരു നീക്കം ഇനി എന്തായിരിക്കും മുജിതബ? പ്രത്യേകിച്ച് ഈ ത്വരിതാന്വേഷണത്തിൽ സ്റ്റേ എന്നൊരു നടപടിക്രമങ്ങൾ എങ്ങനെയാണ്, അതിന്റെ നിയമവശം, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി. ത്വരിത പരിശോധനയുമായി ബന്ധപ്പെട്ട് ഒരു വിജിലൻസ് കേസ് എടുക്കുമ്പോൾ സ്വാഭാവികമായും ത്വരിത പരിശോധന നടത്താൻ ആ വിജിലൻസ് കോടതി ഉത്തരവിടും. അതിൽ ഏതെങ്കിലും തരത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടാലാണ് പിന്നീട് കേസെടുത്ത് മുന്നോട്ട് പോകാൻ വിജിലൻസിന് കഴിയുക, വിജിലൻസിന്റെ അന്വേഷണ സംഘത്തിന് കഴിയുക. ഇതിപ്പോ നേരത്തെ തന്നെ VJ കുര്യൻ ആ സ്റ്റേ വാങ്ങിച്ചതിനോടുകൂടി ഈ 17A പ്രകാരമുള്ള മുൻകൂർ അനുമതി വാങ്ങിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാര്യം ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രകാരം അത് സ്റ്റേ ചെയ്തിരുന്നു. പക്ഷെ വിജിലൻസ് ഇപ്പോൾ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ചില നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ അവിടുത്തെ സോളാർ പ്ലാന്റ് ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിൽ കൂടി അന്വേഷണം നടക്കേണ്ടതുണ്ട്. മാത്രമല്ല ആ അന്വേഷണങ്ങളാണ് നേരത്തെ പരിഗണിക്കപ്പെട്ടിരുന്നത്. ഇപ്പോഴെന്തായാലും ഈ ഓഹരി സംബന്ധിച്ച് പല വിഷയങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ട് എന്നത് കാര്യങ്ങളാണ് വിജിലൻസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ത്വരിത പരിശോധനയുമായി മുന്നോട്ട് പോകാം. പക്ഷെ അപ്പോഴും ആ അന്വേഷണത്തിന് മുന്നിൽ 17A പ്രകാരം ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തണമെങ്കിൽ ലഭിക്കേണ്ട 17A പ്രകാരമുള്ള ഒരു അനുമതി, മുൻകൂർ അനുമതി, ആ അനുമതി നമുക്കറിയാം അജിത് കുമാറിന്റെ കേസിൽ, MR അജിത് കുമാറിന്റെ കേസിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നേരത്തെ തിരുവനന്തപുരത്തെ കോടതിയുടെ ഉത്തരവൊക്കെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഈ കേസിലും അത് ബാധകമാണെന്ന് ഹൈക്കോടതി പ്രത്യേകമായി തന്നെ പറയുന്നുണ്ട്. 17A പ്രകാരം എപ്പോഴാണോ അനുമതി കിട്ടുന്നത് അതനുസരിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. ശരി, മുജിതബയാണ് വിവരങ്ങൾ നൽകിയത്.